ഞാൻ OCD രോഗിയാണ്. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ പറയുമോ എന്ന് മനസ്സിൽ ആവർത്തിച്ച് തോന്നുന്നു. വെറുതെ തോന്നുകയാണ്, പക്ഷെ അതെന്നെ പ്രയാസപ്പെടുത്തുന്നു. എൻ്റെ റബ്ബിൻ്റെ തീരുമാനമില്ലാതെ അവർ എന്നെപ്പറ്റി പറയുമോ? പിശാച് അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുമോ? അതല്ലാതെ അള്ളാഹു ആണോ അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നത്? അള്ളാഹു ആണെങ്കിൽ എന്നെക്കുറിച്ച് നല്ലത് മാത്രം തോന്നിപ്പിക്കും. ഇൻഷാ അള്ളാഹ് സമാധാനം നൽകുന്ന ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. രോഗം എന്താണ് എന്ന് മനസ്സിലാവരും, പക്ഷേ ഒരു മാനസികമായ എന്തെങ്കിലും രോഗമായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ വലിയൊരു മാനസിക രോഗവും അല്ല. അപ്പോൾ ഏതായിരുന്നാലും ശരി, അങ്ങനെയുള്ള ടെൻഷൻ അടിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന മരുന്ന് എന്തെന്ന് വെച്ചാൽ, അവരോടുള്ള മറുപടി എന്തെന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാ ഖദർ അനുസരിച്ച് ജീവിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസ്ബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ. ഒരു മുസ്ലിമിനുണ്ടാവുന്ന ക്ഷീണം, തളർച്ച, പനി, ഹത്ത ഷൗക്കത്ത് ഇഷാക്ക്, ഒരു മുള്ളു കുത്തുന്നത് വരെ അയാളെ സംബന്ധിച്ചിടത്തോളം ഹൈറാകുന്നു എന്നാണ്. കാരണം അതൊരു മുഅ്മിനല്ലാതെ മറ്റൊരാൾക്കും ഉണ്ടാകുന്നതല്ല. ഒരു ഷെറ് വരുമ്പോൾ അയാൾ ക്ഷമിക്കും, എന്നാൽ ഹൈറ് വരുമ്പോൾ ഷക്കറ, അവൻ നന്ദി ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ചോദ്യകർത്താവിനെ കുറിച്ച്, അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ള ആളുകൾ പലതും പറയുന്നു എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം ചിന്തിക്കേണ്ടത്, എൻ്റെ കയ്യാൽ, എൻ്റെ പ്രവർത്തനത്താൽ, എൻ്റെ മനസ്സുകൊണ്ട്, പെരുമാറ്റം കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഒരു അനിഷ്ടം തോന്നുമെങ്കിൽ സ്വാഭാവികമായും തൻ്റെ പക്കലുള്ള മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന പെരുമാറ്റങ്ങൾ, ദൂഷ്യമായ സ്വഭാവങ്ങൾ അത് ഒഴിവാക്കുക തന്നെ വേണം. സൽ സ്വഭാവം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് ഖുർആനായിരുന്നു റസൂലിൻ്റെ സ്വഭാവമെന്നും, വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമസ്ഥനാണ് എന്നുമൊക്കെ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയുന്നത് നമ്മളും അത്തരത്തിലുള്ള ആളുകളായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ശത്രുക്കൾ പോലും, അബൂ സുഫിയാൻ അന്ന് പ്രവാചകൻ്റെ ശത്രുവായിരുന്നു. ആ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ ഹിർക്കൽ ചക്രവർത്തിയോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യസന്ധനാണ്, നുണ പറയാറില്ല എന്ന് കാര്യങ്ങൾ മാത്രം. അപ്പോൾ നമ്മുടെ ഭാഗത്ത് വല്ല തെറ്റുകൾ, നമ്മൾ സ്വഭാവ ദൂഷ്യം, പെരുമാറ്റമൊക്കെ ഉണ്ട് എങ്കിൽ അത് നമ്മൾ മാറ്റിയെടുക്കുക. ആളുകളോട് മാന്യമായ രൂപത്തിൽ പെരുമാറുക. സമൂഹവുമായി, റസൂൽ പറഞ്ഞു, ഒരാൾ സമൂഹവുമായി ഇടകലർന്ന് ജീവിക്കുന്നു, മറ്റൊരാൾ സമൂഹമായി വിട്ടു നിൽക്കുന്നു. അതിൽ ഖൈർ ആരാന്ന് പറഞ്ഞാൽ യുഹാരിത്തു വയസ്ബിർ അദാഹും, ജനങ്ങളുമായി ഇടപെട്ട് ഇടകലർന്ന് അവരുമായുള്ള മുആമലത്ത് നടത്തി, എന്നാൽ അതോടൊപ്പം അതിൽ നിന്ന് വരുന്ന വിഷമങ്ങളെ അയാൾ സഹിക്കുകയും ചെയ്യുന്നവനാണ് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവനേക്കാൾ ഏറ്റവും ഖൈർ എന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്, മനുഷ്യരാകുമ്പോൾ പല ചിന്താഗതികളും പല മാനസിക പക്വതകളും അപക്വതകളൊക്കെ ഉണ്ടാവും. അതിന് ക്ഷമിച്ച് കഴിയുക. അതിനൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഫലം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക.